സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ബഹ്റിനിലെ അറിയപ്പെടുന്ന സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ സംഘടനയായ പ്രവാസി അസോസിയേഷൻ ഓഫ് അങ്കമാലി നെടുമ്പാശ്ശേരി അങ്കമാലിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വാർഷിക ഭവനദാന പദ്ധതിയിലെ 6ാമത് ഭവനത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങുകൾ നടന്നു. മൂക്കന്നൂർ പഞ്ചായത്തിൽപ്പെട്ട കോക്കുന്ന് ഇടവകയിൽ പ്രത്യേകമായി വാങ്ങിയ സ്ഥലത്താണ് 6ാമത് ഭവനത്തിനു വേണ്ടി തറക്കല്ലിടൽ നടത്തിയത്. സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ ഡെന്നി മഞ്ഞളി, സെക്രട്ടറി ശ്രീ ഡോളി ജോർജ്, കോർ ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ ഫ്രാൻസിസ് കൈതാരത്ത്, ചാരിറ്റി കൺവീനർ ശ്രീ ജോയി വർഗീസ്, പ്രൊജക്ട് കോർഡിനേറ്റർ ശ്രീ പി.വി. മാത്തുക്കുട്ടി എന്നിവർക്ക് വേണ്ടി വൈസ് പ്രസിഡന്റ് ശ്രീ റൈസൻ വർഗീസ് ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഈ അങ്കമാലി അസോസിയേഷൻ എന്ന് പറയുന്ന പ്രവാസി അസോസിയേഷൻ ഓഫ് അങ്കമാലി നെടുമ്പാശ്ശേരി 2006 ബഹ്റിനിൽ അങ്കമാലിക്കാരുടെ കൂട്ടായ്മയായിട്ട് രൂപം കൊണ്ടതാണ്. ഇതിൻ്റെ പ്രധാന മോട്ടീവ് എന്ന് പറയുന്നത് ഈ ആളുകൾക്ക് സഹായം കൊടുക്കുക, ഇല്ലാത്ത ആളുകളെ എന്തെങ്കിലും രീതിയിൽ സഹായിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ 2006 സ്ഥാപിതമായ സംഘടന ഇപ്പോൾ 6 വീടുകൾ, ഇത് 6ാമത്തെ വീടിൻ്റെയാണ് ഇപ്പോൾ നമ്മൾ തറക്കല്ലിട്ടത്. ഇതിന് കോവിഡ് കാലഘട്ടങ്ങളിൽ മാത്രം 2 കൊല്ലത്തെ ഈ സംഘടനയുടെ ഒരു ചാരിറ്റിയുടെ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് 30 ലക്ഷം രൂപയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു പിന്തുടർന്ന് ഈ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ പിന്തുടർന്ന് നമ്മൾ വന്നപ്പോൾ ഒരു ഐഡിയോളജി നമ്മുടെ കോർ ഗ്രൂപ്പ് ചെയർമാൻ ഫ്രാൻസിസ് കൈതാരത്തും പാൻ്റെ പ്രസിഡൻറ്റ് ഡെന്നി മഞ്ഞളിൽ സെക്രട്ടറി തൊറൂർ സ്വദേശി ഡോളി ജോർജും കൂടിയിട്ടാണ് എൻ്റെ ഒരു പുതിയൊരു ഐഡിയോളജി മുന്നോട്ട് വെച്ചത്. നമുക്ക് എല്ലാ വർഷവും ഒരു നിർധന കുടുംബത്തിന് ഒരു വീട് പണിത് കൊടുക്കുക. അപ്പോൾ വാർഷിക ഭവനദാന പദ്ധതി, അതാണ് അതിൻ്റെ പേര്. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ വന്നപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണെന്ന് തോന്നുകയും അതിനോടനുബന്ധിച്ച് പാൻ്റെ ആനിവേഴ്സറി സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പാൻ ബെസ്റ്റ് സോഷ്യൽ വർക്കർ അവാർഡ് എന്നൊരു അവാർഡ് ദാനം, അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ആപ്ലിക്കേഷനുകൾ ക്ഷണിക്കുകയും അതിൽ നിന്ന് നമ്മുടെ അവാർഡ് ജൂറി ബഹുമാനപ്പെട്ട വി.പി. ജോർജ് ഏട്ടനെ തിരഞ്ഞെടുക്കുകയും ആ അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് വി.പി. ജോർജ് ഏട്ടനും കുര്യാക്കോസ് ഏട്ടനും കൂടി ബഹ്റിനിലേക്ക് വന്നു. ആ അവാർഡ് നമ്മുടെ ഈ വൃക്കരോഗികളെ സഹായിക്കുന്ന വൃക്കദാനം ചെയ്ത നമ്മുടെ ഡേവിസ് ചെറമേൽ അച്ഛനാണ് വി.പി. ജോർജ് ഏട്ടനത് കൈമാറിയത് പാൻ ബഹ്റിൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ അന്ന് ആണ് ഈ വാർഷിക ഭവനദാന പദ്ധതി നമ്മൾ അവിടെ അനൗൺസ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ ഭവനം, ടോട്ടൽ പറഞ്ഞാൽ പാൻ ബഹ്റിൻ്റെ 6ാമത്തെ ഭവനമാണ് ഈ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ അതിൻ്റെ ഒരു വൈസ് പ്രസിഡൻ്റ് എന്ന് മാത്രമാണ്. വൈസ് പ്രസിഡൻറ്റിനേക്കാൾ ഉപരി ഞാനൊരു എളിയ പ്രവർത്തനം ഒന്നാളാണ്. നമ്മുടെ ഈ പാൻ ബഹ്റിൻ സ്ഥാപിതമായപ്പോൾ അതിന് ഫസ്റ്റ് പ്രസിഡൻറ്റ് പൗലോസ് ചേട്ടനായിരുന്നു, 2ാമത്തെ പ്രസിഡൻറ്റ് ജേക്കബ് ചേട്ടനായിരുന്നു, 3ാമത്തെ അല്ലെങ്കിൽ 4ാമത്തെ പ്രസിഡൻറ്റ് അഗസ്റ്റൻ ചേട്ടനായിരുന്നു. ഇവരൊക്കെ കൂട്ടത്തിൽ വർക്ക് ചെയ്യാനുള്ള ഒരു യോഗം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ നാട്ടിലൊന്ന് സെറ്റിൽ ചെയ്തെങ്കിലും നമ്മളിപ്പോൾ വിളിച്ച ഒരു ഫോൺ കോളും അല്ലെങ്കിൽ ഒരു മെസ്സേജിൻ്റെ പുറത്ത് എല്ലാവരും കൂടെ കൂടെ ഉണ്ടെങ്കിൽ ആ പാൻ ബഹ്റിൻ എന്നുള്ളൊരു വികാരം അങ്ങനെയുണ്ട്. അപ്പോൾ ആ വികാരത്തിന് മുൻനിർത്തി ഞങ്ങൾ ഗ്ലോബൽ സൊസൈറ്റി ഓഫ് അങ്കമാലി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സംഘടന ഒരു 6-7 കൊല്ലങ്ങൾക്ക് മുമ്പ് GS അത് നാട്ടിൽ രജിസ്റ്റർ ചെയ്യുകയും ഇപ്പോൾ അതിന് നമ്മുടെ LFൻ്റെ ബാക്ക് സൈഡ്, കുന്നിൻ്റെ ബാക്ക് സൈഡ്, ഡോക്ടേഴ്സ് കോളേജിൻ്റെ അടുത്തായിട്ട് ഞങ്ങളൊരു സ്ഥലം വാങ്ങിച്ച് ഞങ്ങൾക്ക് അവിടെ ഒരു ആസ്ഥാന മന്ദിരം പണിയാനുള്ള അതിനുള്ള അറേഞ്ച്മെൻറ്റുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. സ്ഥലത്തിൻ്റെ ആധാരം കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ നടക്കും. അങ്ങനെ വരുമ്പോൾ പാൻ ബഹ്റിന് അല്ലെങ്കിൽ ഗ്ലോബൽ സൊസൈറ്റി ഓഫ് അങ്കമാലിക്ക് അങ്കമാലിയുടെ കേന്ദ്രത്തിൽ തന്നെ ഞങ്ങൾക്കൊരു ആസ്ഥാന മന്ദിരം ഉണ്ടാവും. തുടർന്നുള്ള എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങളും അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഞങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ചാരിറ്റി കൺവീനർ അല്ല, ഞാൻ ഇതിന് മുമ്പത്തെ ചാരിറ്റി കൺവീനറായിരുന്നു. ഇപ്പോഴത്തെ ചാരിറ്റി കൺവീനർ ജോയ് വർഗീസ് ആയിരുന്നു, മുൻ സെക്രട്ടറി ആയിരുന്നു ജോയ് വർഗീസാണ്. ഇതിന് ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന ആളെന്ന് പറയുന്നത് സെക്രട്ടറിയും പ്രസിഡൻറ്റുമാണ്. ഡോളി ജോർജാണ് ഞങ്ങളുടെ സെക്രട്ടറി, ഡെന്നി മഞ്ഞളിയാണ് ഞങ്ങളുടെ പ്രസിഡൻറ്റ്. അപ്പോൾ അവരൊക്കെ ഈ സ്ഥാനങ്ങളിലിരിക്കുമ്പോൾ നമ്മൾ അവരെ മറക്കാൻ പാടില്ല എന്നുള്ളതാണ്. കൂടാതെ ഒരു കാര്യം കൂടി ചെയ്യാനുള്ളത്, ഇപ്പോൾ ഇന്ന് കല്ലിടണത് ഞാൻ കല്ലിട്ടുവെങ്കിലും ഇന്നിപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ഒരു ഇൻസ്റ്റാൾമെൻറ്റ് കുറച്ച് രൂപ നമ്മൾ ഈ ചേച്ചിക്ക് കൈമാറുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ സീനിയർ നേതാക്കന്മാരെല്ലാവരും കൂടി അത് കൈമാറും. അടുത്ത തുകകൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഡെവലപ്മെൻറ്റ് അനുസരിച്ച് അതിൻ്റെ രീതിക്ക് അത് ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് കൈമാറുന്നതായിരിക്കും. ഈ യോഗത്തിലേക്കും ഈ ഒരു ചെറിയ ചടങ്ങിലേക്ക് കടന്നു വന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലും പാൻ ബഹ്റിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അതെ, സംഘടനയുടെ ഫൗണ്ടർ പ്രസിഡന്റ് ശ്രീ പൗലോസ് പള്ളിപ്പാടൻ, മുൻ പ്രസിഡന്റുമാരായ ശ്രീ ജേക്കബ് തേലപ്പള്ളി,
ശ്രീ അഗസ്റ്റിൻ തോമസ്, മുൻ ഭാരവാഹികളായ ശ്രീ മോൾസ് ജോസഫ്, ശ്രീ മാർട്ടിൻ പയ്യപ്പള്ളി, പ്രധാന സ്പോൺസർ VP ജോർജ് എന്നിവരെ കൂടാതെ കൊക്കുന്ന് ഇടവക വികാരി ഫാദർ ഷാജൻ പുത്തൻപുരയ്ക്കൽ, മൂക്കന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബിജു പാലാട്ടി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ജയ കൃഷ്ണൻ, മെമ്പർ ശ്രീമതി സിനി മാത്തച്ചൻ, ശ്രീ TM വർഗീസ്, ശ്രീ കുര്യാക്കോസ് തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി ചടങ്ങിൽ പങ്കെടുത്തു. ജനപ്രതിനിധികൾ, കൂടിയൊതുങ്ങിയ ഭാരവാഹികളെ, ഇന്ന് നമ്മുടെ എല്ലാവരും ഒരു സ്വപ്നമാണ് ഒരു ഭവനം എന്നത്. ആ ഒരു സ്വപ്ന സാക്ഷാത്തിന് ഇന്ന് തറക്കല്ലിടുകയും അതിനുവേണ്ടി പ്രവർത്തിച്ച നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും ഒത്തിരി ബുദ്ധിമുട്ടും വിഷമങ്ങളും അനുഭവിക്കുന്ന നിരവധി പേരുണ്ട്. അവരെയൊക്കെ നമുക്ക് കണ്ടെത്താൻ, എല്ലാവരും ചേർത്ത് നിർത്താൻ സാധിക്കെങ്കിലും കുറേയൊക്കെ പേർക്ക് നമുക്ക് താങ്ങും തണലുമായി പ്രവർത്തിക്കാൻ ഇതുപോലുള്ള നല്ല മനസ്സിനുടമകൾ, കഠിനാധ്വാനത്തിലൂടെ ദൈവം നൽകുന്ന നന്മകൾ ഈ സമൂഹത്തിന് അദ്ദേഹം പങ്കുവെച്ചു കൊടുക്കുന്നതാണ്. എനിക്ക് യഥാർത്ഥ അത്ഭുതം തോന്നിയ കാര്യം, ഈ പാനും VP ജോർജുമായിട്ടുള്ള ഒരു അസോസിയേഷൻ ഈ നാട്ടിൽ ഇനി അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. പാൻ്റെ ക്ഷണം സ്വീകരിച്ച് ബഹ്റിനിൽ പോയി അവിടെ ഇവരുടെ പ്രവർത്തനം നേരിട്ട് കാണുവാനൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഇവരൊക്കെ അവിടെ കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്നവരാണ്. പഞ്ചായത്ത് മെമ്പർ, എല്ലാ വിശിഷ്ട അതിഥികളും എല്ലാവരും പേരും എന്ത് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.